ഹലോ ഫ്രണ്ട്സ്, പ്രസവത്തെ തുടർന്ന് അമ്മ തന്നെ കുഞ്ഞിനെ ജനാല വഴി പുറത്തേക്കിട്ട ആ ഒരു സംഭവം നമ്മൾ അറിഞ്ഞതാണല്ലോ. അപ്പോൾ ഈ ഒരു സംഭവം പറഞ്ഞ് കുഞ്ഞിൻ്റെ ഫോട്ടോ ഒരുപാട് പേര് ഷെയർ ചെയ്തത് കണ്ടു. കുഞ്ഞിൻ്റെ ഫോട്ടോ ജസ്റ്റ് ഒന്ന് ബ്ലറർ പോലും ചെയ്യാതെ അതേപോലെ ആ കുഞ്ഞിൻ്റെ ഫോട്ടോ ഒരുപാട് പേര് ഷെയർ ചെയ്തിരിക്കുന്നത് കാണുന്നുണ്ട്. അതിനെതിരെ കോടതി തന്നെ നടപടി എടുക്കുന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളത് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ആ കുഞ്ഞിനൊരു അന്തസ്സുണ്ട്, മനസ്സിലായില്ലേ? സ്വന്തം അമ്മ തന്നെ ആദ്യം തന്നെ ആ കുഞ്ഞിനെ നല്ല രീതിയിൽ ഇതാക്കി. സ്വന്തം സംരക്ഷിക്കേണ്ട അമ്മ തന്നെ ആ കുഞ്ഞിനെ ആദ്യം തന്നെ അപമാനിച്ചു. പിന്നീട് നമ്മളും ആ കുഞ്ഞിൻ്റെ മുഖം ഷെയർ ചെയ്ത് ഒരർത്ഥമില്ല. അത് ബ്ലറർ ചെയ്യിച്ച് ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ കുഞ്ഞിനെ എന്തിനാണ് കാണുന്നത്? അപ്പം ഞാനും ഉൾപ്പെടെയാണെങ്കിലും നമ്മുടെ സോഷ്യൽ മീഡിയ ഒരിക്കലും അതിൻ്റെ അമ്മ അപമാനിച്ച തരത്തിൽ തന്നെ നമ്മൾ ഒരിക്കലും അതിനെ അപമാനിക്കാൻ പാടില്ല. ആ കുഞ്ഞിനെ അതിന് അന്തസ്സുണ്ട്, അത് കീപ്പ് ചെയ്യണം. കാരണം ആ കുഞ്ഞിൻ്റെ ആ മുഖം അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അതുകൊണ്ട് എന്താണ്, അത് കാണുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ടാവും. അമ്മയാവാനായിട്ട് നോക്കിയിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും. അങ്ങനെയൊക്കെ അങ്ങനെ ഒരു ഇതിനു വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഒരു ഹൃദയത്തിലൊരു ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു ന്യൂസാണ്. അതിനിടയിൽ ഈ ഫോട്ടോ കൂടിയൊക്കെ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യം തന്നെ പുറത്തു വിട്ടതാണ് തെറ്റ്. ഇപ്പോൾ ആ കുഞ്ഞിനെ അമ്മയ്ക്ക് വേണ്ടാന്നാണ് പറയുന്നത്. അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിൻ്റെ മുഖവും വെച്ച് അതിൻ്റെ അമ്മയ്ക്ക് അതിനെ വേണ്ടാന്ന് പറഞ്ഞാൽ അതിനെ ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് കണ്ടിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ഇത് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് കേട്ടോ. ഇനി നമ്മൾ കണ്ടന്റ് എടുക്കുന്നതാണ്, നമുക്ക് അത് ചില ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ചാനലിൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഫോട്ടോസ് കൂടി ആഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷേ ഈ ഒരു കുഞ്ഞിനെ അത് ബ്ലറർ ചെയ്യിച്ചിടുക, അതിൻ്റെ മുഖത്തെ അങ്ങനെ കാണിക്കാതിരിക്കുക. കാരണം അതൊരു നല്ല കാര്യമല്ല അവിടെ നടന്നിട്ടുള്ളത്. വളരെ ദാരുണമായിട്ടുള്ളൊരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. വളരെ അപമാനം, സ്ത്രീകൾക്ക് തന്നെ അപമാനമായിട്ടുള്ളൊരു കാര്യമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ നോക്കിക്കോളൂ, ആ കുഞ്ഞ് വളരെ നല്ല രീതിയിൽ തന്നെ ആ കുഞ്ഞ് നല്ലൊരു നിലയിലെത്തും. കാരണം സമൂഹത്തിൻ്റെ ആകെ അനുഗ്രഹമുണ്ട്, മൊത്തത്തിൽ ആ കുഞ്ഞിന് അനുഗ്രഹമുണ്ട്. നിങ്ങൾക്ക് അതിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം നിങ്ങൾ അങ്ങനെ ഷെയർ ചെയ്തു പോകുന്നത്. പക്ഷെ ആ ഒരു സങ്കടം എല്ലാം കൊണ്ടായിരിക്കാം. പക്ഷെ ആ കുഞ്ഞിനെ അത് നമ്മൾ അതിനോട് ചെയ്യുന്ന അനീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓരോരുത്തരുടെ കാഴ്ചപ്പാട് വ്യത്യാസമായിരിക്കും. ഇനി നിങ്ങൾക്കതിൽ തെറ്റൊന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പറയാനല്ലേ പറ്റുള്ളൂ. എന്താണെങ്കിലും ഇത് കോടതി പറഞ്ഞിട്ടുള്ളതാണ്. കോടതി വരെ പറഞ്ഞിട്ടുണ്ട് ആ കുഞ്ഞിൻ്റെ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാൻ പാടില്ല എന്ന്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത് അങ്ങനെ ഷെയർ ചെയ്തിട്ടുള്ളവർ ശ്രദ്ധിച്ച് ചെയ്യുക. ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട്. എന്താണെങ്കിലും ആ കുഞ്ഞ് രക്ഷപ്പെട്ടതിനുള്ള ഒരു ഇത് തന്നെയാണ്. ആ കുഞ്ഞിനെ വേണ്ടാന്ന് ആ വൃത്തികെട്ട അമ്മ പറഞ്ഞു. അമ്മയെന്ന് പറയാൻ പറ്റത്തില്ല, അമ്മയെന്ന വാക്കിനേ അർഹയല്ല അവളൊക്കെ. അവൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അവൾ ഇത്രയും നാൾ ഈ പരിപാടിക്കും പോയി ഇത്രയും നാൾ ഒളിപ്പിച്ചും വെച്ചത് വേണ്ടാന്നുണ്ടായിട്ട്. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച് കുറേ സ്വാതന്ത്ര്യം മൂത്ത് കിടക്കുന്ന കുറേ യുവ തലമുറകൾ. നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, ലജ്ജ തോന്നും. ഫ്രണ്ട്ഷിപ്പാണ് പോലും, ഫ്രണ്ട്ഷിപ്പ് എവിടെ വരെ, അതിൻ്റെ ആ ഒരു അകലം എവിടെ വരെ കീപ്പ് ചെയ്യുന്നുള്ളതിന് മാനേഴ്സ് ഇല്ലാത്ത കുറേ ജന്മങ്ങൾ. ഓരോരുത്തരുടെ തോളിലാണ് ഇരിപ്പ്, ഓരോരുത്തരുടെ മടിയിൽ കയറിയാണ് ഇരിപ്പ്. എന്തിന് വേണ്ടി ഓവറായിട്ട് ആരെ ഈ പട്ടി ഷോ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? മാനം മര്യാദക്ക് വീട്ടിൽ നിന്ന് പഠിക്കാൻ വിട്ടിട്ടുണ്ടെങ്കിൽ പഠിച്ചിട്ട് വീട്ടിൽ പോകും. അല്ലാതെ അവനെൻ്റെ ബെസ്റ്റിയാണ്, ചങ്ക് ഫ്രണ്ടാണ്, മാങ്ങയാണ്, മാങ്ങാത്തൊലിയാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എന്തെങ്കിലും അബദ്ധം പണിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇതാ ലാസ്റ്റ് ഈ നിൻ്റെ ചങ്കും കാണത്തില്ല, ബെസ്റ്റിയും കാണത്തില്ല. മനസ്സിലായില്ലേ? അവൻ്റെ പാട് നോക്കി പോകും. പോയത് നിൻ്റെ ആരോഗ്യവും നിൻ്റെ ശരീരവും നിൻ്റെ നല്ല പേരും. മനസ്സിലായി? അതുകൊണ്ട് ശ്രദ്ധിച്ച് പോവുക. എന്തിനാണ് ഓവറായിട്ട് ഏതൊരു ഫ്രണ്ട്ഷിപ്പാണെങ്കിലും ഒരകലം കീപ്പ് ചെയ്യുക, അത് മതി. അത് കഴിഞ്ഞിട്ടുള്ള ഇങ്ങോട്ടുള്ള അറ്റാച്ച്മെൻ്റ് ഒന്നും വേണ്ട. അനുസരണ ഇല്ലാതെ ഇങ്ങനെ അഴിഞ്ഞായിട്ട് നടക്കണവർക്കൊക്കെ ബലിയാടാകാനായിട്ട് ഓരോരോ പാവം പിടിച്ച ഓരോ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാനാണെന്ന് പറ. കാലം പോയ പോക്ക്. വീട്ടുകാർ തടഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫോൺ കൊടുത്തില്ലെങ്കിൽ, ഫോൺ മാറ്റി വെച്ച് കഴിഞ്ഞാൽ, റീചാർജ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഉടനെ തൂങ്ങാൻ നിൽക്കുന്ന തലമുറയല്ലേ. കഷ്ടം തന്നെ.